ഹായ് ഫ്രണ്ട്സ്, ഹെറ്റ്മീലോടുന്ന യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസി. ആദ്യമായി എന്റെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി യൂട്യൂബിൽ ഹെറ്റ്മീലോടുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത ശേഷം അതിന്റെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ കാണും, അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിക്കണം. എപ്പോഴും പറയുന്നത് പോലെ ചൂടാണ് നാട്ടിൽ. ചൂട് കാരണം ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, കിടക്കാനും വയ്യ എന്നൊക്കെയാ പറയുന്നത്. ഇവിടെ ബോംബെയിലും ചൂട് തുടങ്ങി. ആക്ച്വലി ഇന്നത്തെ ഈ വീഡിയോ കുറെ നാളുകൾക്ക് മുമ്പേ നമ്മുടെ ഒരു ചാനലിൽ ഞാൻ കമന്റിൽ കൂടി പറഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഇൻവെൻഷൻ നടത്തി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പറ്റുന്നുണ്ടെങ്കിൽ വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അത് കാണുന്നവർ എങ്ങനെ അംഗീകരിക്കും എന്നറിയില്ല എന്ന്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് ചേച്ചി ധൈര്യമായിട്ടിട്ടോ, ഞങ്ങളത് ട്രൈ ചെയ്തോളാം, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് സംഭവമെന്ന്. ഒരുപക്ഷെ നിങ്ങളിൽ പലരും എന്നെ പോലെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാകാം, കുടിച്ചിട്ടുണ്ടാകാം. അങ്ങനെയുള്ളവർ ദയവായി ഇത് കമന്റ് ചെയ്യണേ. അതിനുവേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 1 ഗ്ലാസ് നല്ല തണുത്ത പാലാണേ. ഇപ്പൊ പകുതിയെ ഒഴിക്കുന്നുള്ളൂ, ബാക്കി പിന്നെ ഒഴിക്കാം. പിന്നെ നമുക്ക് വേണം ഐസ് ക്യൂബ്സ്. ഐസ് ക്യൂബ്സ് ഞാനിപ്പോ 2 എണ്ണം ഇട്ടിട്ടുണ്ടേ. ഇത് നിങ്ങൾക്ക് ഈ സെയിം സംഭവം സാധാ വെള്ളത്തിലും ഉണ്ടാക്കാം. തണുത്ത വെള്ളം എടുക്കുക. അപ്പോൾ നിങ്ങൾ നാരങ്ങ നീരൂടെ നാരങ്ങ കൂടി പിഴിഞ്ഞൊഴിക്കണം. ഒരു അരമുറി നാരങ്ങയോ 1 നാരങ്ങയോ അതിന്റെ നീരിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ ഇപ്പൊ പാലായതുകൊണ്ട് ഞാൻ നാരങ്ങ ചേർക്കുന്നില്ല. പാലിനകത്ത് നാരങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ മിക്സഡ് ജാം ആണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണേലും ഉപയോഗിക്കാം. ഇനിയിപ്പോ മിക്സഡ് തന്നെ വേണമെന്നില്ല. അത് എന്തെങ്കിലും, അതായത് മാംഗോ, പൈനാപ്പിൾ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാമേ. ഞാൻ മിക്സഡ് എടുത്തു എന്നേ ഉള്ളൂ. അത് ഇന്ന ബ്രാൻഡ് വേണമെന്നൊന്നും ഇല്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ ജാം. ഞാനിപ്പോ ഇതിന് നിറച്ചൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ടേ. മധുരം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി അതെല്ലാം അടിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്തോണേ. നിങ്ങൾക്ക് മിക്സിയുടെ സാധാ ജാർ വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. ഇനി ബാക്കി പാല് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിന് പകരം നിങ്ങൾക്ക് തേൻ വേണമെങ്കിൽ തേനും ചേർക്കാമേ. അപ്പോ നമ്മുടെ പിങ്ക് കളറിലുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സ് റെഡി ആയിട്ടുണ്ട്. ക്യാമറയിൽ അത്രത്തോളം കളർ വരുന്നില്ല, നല്ല പിങ്ക് കളറാണേ. അപ്പോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണിത്. തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണം. ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കുടിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുണ്ടാക്കി കൊടുക്കാം. അതല്ല വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ പാലുണ്ട്, വേറെ ഒന്നുമില്ല, ജാം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ഡ്രിങ്ക് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ പറഞ്ഞത് മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ഇടാനും മറക്കരുത്. വീണ്ടും ഒരു ഈസി വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു. ഇനിയിപ്പോ മിക്സഡ് തന്നെ വേണമെന്നില്ല. ഒരു 2-3 ടേബിൾ സ്പൂൺ ജാം. ഇതങ്ങോട്ട് വീഴുന്നുമില്ലല്ലോ. ചേടാ, എത്ര നേരമാ കൊട്ടിക്കൊട്ടി നിൽക്കുന്നപ്പോ അങ്ങോട്ട്